യുവാവോക്സ് എക്സ്പ്ലോറ ഇൻ്റർവ്യൂ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യുവക്ഷേത്ര കോളേജിൻ്റെ ന്യൂസ് ലെറ്ററായ യുവാവോക്സിൻ്റെ ഇൻ്റർവ്യൂ സീരീസാണ് യുവാവോക്സ് എക്സ്പ്ലോറ. യുവാവോക്സ് എക്സ്പ്ലോറയിൽ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഷിഫാന KM. യുവക്ഷേത്ര കോളേജിൽ ഇപ്പോൾ 2ാം വർഷ MSc ജോഗ്രഫി പഠിക്കുന്ന ഷിഫാന തൻ്റെ UG പഠനകാലത്ത് പഠനത്തിൻ്റെ മികവ് തെളിയിക്കുകയും യൂണിവേഴ്സിറ്റി തലത്തിൽ 2ാം റാങ്ക് നേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യ രചനയിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും വലിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന, അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന നിശ്ചയദാർഢ്യമുള്ള പ്രിയപ്പെട്ട ഷിഫാനയെ വളരെ സന്തോഷത്തോടെ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷിഫാന, യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലുമൊക്കെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഷിഫാന അനുവാചകർക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഷിഫാന KM. ഞാൻ മുണ്ടൂരിൽ നിന്ന് തന്നെ വരുന്നത്. കയറങ്കോടത്താണ് എൻ്റെ വീട്. ഞാനിപ്പോൾ 2nd ഇയർ MSc ജോഗ്രഫി വിദ്യാർത്ഥിയാണ്. ഷിഫാനയുടെ വീട്ടിലെ സാഹചര്യം ഒന്ന് ചെറുതായി വിവരിക്കാമോ? എൻ്റെ വീട്ടിലെ ഉമ്മ, വാപ്പ, പിന്നെ ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട് എനിക്ക്. വാപ്പ ഫിഷ് റീറ്റെയിലായിട്ട് എടുത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. ചേച്ചി ഒരു ഓൺലൈനായിട്ട് കെമിസ്ട്രിയിലെ ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അനിയത്തി മുണ്ടൂർ സ്കൂളിൽ തന്നെ +2ലാണ് പഠിക്കുന്നത്. ഈ ജോഗ്രഫി ഒരു പഠന വിഷയമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ജോഗ്രഫി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ആദ്യം. കാരണം 10th കൂടിയിട്ട് അതിനോടുള്ളൊരു ടച്ച് വിടുകയാണ്. പിന്നീട് +1 +2 എന്ന് പറയുമ്പോൾ ബയോളജി സയൻസ് എടുത്ത് ഒരു 2 മാസത്തോളം ഞാൻ നീറ്റിന് റിപ്പീറ്റിന് പോവുകയുണ്ടായി. പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റാത്തൊരു സബ്ജക്റ്റാണെന്ന് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് യുവക്ഷേത്ര എന്ന് പറയുന്നത് അടുത്തുള്ള ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ചേരാനുണ്ടായത്. പിന്നെ മറ്റുള്ള സബ്ജക്റ്റിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റയറായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറിനോട് കൂടുതൽ റിലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അട്രാക്ഷനും തോന്നുന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ BScക്ക് ജോഗ്രഫി തിരഞ്ഞെടുക്കാനുള്ള കാരണം. അങ്ങനെ ഈ ജോഗ്രഫി ഒരു താല്പര്യമില്ലാതെ എടുത്ത് ആ വിഷയത്തോടൊരു പ്രത്യേക താല്പര്യം തോന്നി അതിൽ UG കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ PG കംപ്ലീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭാവിയെ സംബന്ധിച്ചുള്ള വിവിധ പദ്ധതികൾ ജോഗ്രഫി ബേസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇത്രമാത്രം ഈ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാനായിട്ട് യുവക്ഷേത്ര കോളേജും അതുപോലെ അധ്യാപകരും ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അധ്യാപകരെയും യുവക്ഷേത്ര ഫാമിലിനെയും ഞാൻ ഇതിന് ഏറ്റവും മുൻപന്തിയിൽ തന്നെ എടുത്ത് പറയുകയാണ്. കാരണം എനിക്ക് ജോഗ്രഫി എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു സബ്ജക്റ്റായിട്ടൊന്നും എനിക്ക് ആദ്യം തോന്നിയിരുന്നില്ല. ആദ്യം ഈ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ആർട്ട് സബ്ജക്റ്റായിരുന്നു. പിന്നീട് അത് ഒരു സയൻസ് സബ്ജക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ജോഗ്രഫി എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. ഏറ്റവും കൂടുതൽ എല്ലാ സബ്ജക്റ്റിനോടും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വെൽ ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളത്. പിന്നെ മറ്റുള്ള കോളേജിന് ഇപ്പോൾ ഒരുപാട് പിള്ളേർ തന്നെ നമുക്ക് BSc ജോഗ്രഫി കഴിഞ്ഞ് MScക്ക് വേണ്ടി ഒരുപാട് മറ്റുള്ള കോളേജ് ചൂസ് ചെയ്ത് പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഫെസിലിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാർട്ടോഗ്രഫി ലാബുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ്റെ ഫെസിലിറ്റീസുകൾ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു GIS ലാബുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷിഫാന പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും അതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്ന ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് യുവക്ഷേത്ര ആയിരിക്കും എന്നൊരു സംശയമില്ല. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് കേരളത്തിലെ തന്നെ ജോഗ്രഫിയിൽ ഏറ്റവും ആദ്യം PhD നേടിയ ഡോക്ടർ M രാമചന്ദ്രൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുള്ള മറ്റ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഐദർ PhD ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തന്നെയല്ല എല്ലാ വിഷയത്തിനും ആധികാരികമായി പഠിപ്പിക്കാൻ കഴിവും സാമർഥ്യവും ആധികാരികതയും ഉള്ളവരാണ് ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ അധ്യാപകരും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇങ്ങനെ ഇത്രയും നല്ല പ്രാവീണ്യമുള്ള അധ്യാപകരിൽ നിന്ന് പരിശീലനം നേടി
ജോഗ്രഫി ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണല്ലോ, PG കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇനി ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ്? ഭാവി പദ്ധതികൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് 2 വർഷത്തെ ഒരു എംപ്ലാൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ എംപ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു മുറിവ് ഉണ്ടാക്കാതെ നമുക്ക് എങ്ങനെ ഒരു സിറ്റി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാം എന്നാണ് മെയിനായിട്ട് നമുക്ക് എംപ്ലാനിലൂടെ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എംപ്ലാനോ അല്ലെങ്കിൽ GIS നമ്മൾ റിമോട്ട് സെൻസിങ് ഒക്കെ നമുക്ക് സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫീൽഡിലോട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ഫീൽഡിലോട്ടാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഷിഫാനയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചു, സാഹിത്യത്തിൽ ഉള്ള വളരെ നല്ല വാക്കുകളെടുത്ത് രചനകൾ നടത്താനുള്ള ഒരു കഴിവ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ യുവക്ഷേത്ര കോളേജിൽ നടത്തിയ പ്രണയലേഖന മത്സരത്തിൽ ഷിഫാനിയാണ് സമ്മാനം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രണയലേഖന മത്സരം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിലുള്ള പ്രണയത്തിൻ്റെ ആസ്പെക്റ്റ് എന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി സാഹിത്യത്തിൻ്റെ ഒരു ശൈലിയും കൂടിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇങ്ങനെ വലിയ ഒരു സാഹിത്യ ശൈലി രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സാധിച്ചത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ച് വളരുക, അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ വായിക്കുന്നു അത്രത്തോളം നമ്മുടെ ചിന്തയിലും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തിലാണെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് വരും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുള്ള ഒരാളാണ്. എന്നെ ഏറ്റവും സ്വാധീനിച്ചത് KR മീരയുടെ എഴുത്തുകളാണ്. കാരണം എനിക്ക് KR മീരയുടെ ആ ഒരു എഴുത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഡിഗ്രിയുടെ കാലയളവ് പറയുകയാണെങ്കിൽ യുവക്ഷേത്ര കോളേജിലെ ലൈബ്രറി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും എനിക്ക് യുവക്ഷേത്ര കോളേജിലെ ലൈബ്രറി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വരും കാലങ്ങളിൽ ജോഗ്രഫി എന്നതൊരു പ്രൊഫഷണൽ സബ്ജക്റ്റും രചന എന്നത് ഒരുപക്ഷെ ഒരു പാഷനും ആയി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എനിക്കൊന്ന് ജോഗ്രഫിയുടെ പഠന മേഖലകൾ എന്ന് പറയുന്നത് വളരെ വ്യാപ്തമാണ്. ഇപ്പം എംപ്ലാനിൻ്റെതുണ്ട്, ടൗൺ പ്ലാനിങ്ങിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലുമൊക്കെ ജില്ലാ തലത്തിലുമൊക്കെ ധാരാളം ജോലി സാധ്യതകളും ഉള്ള ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ജോഗ്രഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ജോഗ്രഫി എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു കേൾക്കാറുള്ള ഒരു ഡയലോഗ് തന്നെയാണ്, നമുക്ക് സ്കോപ്പ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം നമ്മൾ എത്രത്തോളം ആ ഒരു സബ്ജക്റ്റിനെ നോക്കിക്കാണണോ അതുപോലെ ഇരിക്കും നമ്മളുടെ പിന്നീടുള്ള നമ്മുടെ ഭാവിയാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്, സിവിൽ സർവീസും കാര്യങ്ങൾ പോലുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിൽ തന്നെ ജോഗ്രഫി എന്ന് പറയുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ നമുക്കിപ്പോൾ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകണമെങ്കിൽ അതിലോട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ്ങും GIS ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫീൽഡിലോട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ എംപ്ലാനിങ്ങിൽ പോകാൻ പറ്റും. പിന്നെ നമുക്ക് റിസർച്ചിനോടാണ് താല്പര്യമെങ്കിൽ നമുക്ക് നെറ്റും JRF ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, യുവ വോക്സ് എക്സ്പ്ലോറർ ഇൻ്റർവ്യൂ സീരീസിന് വേണ്ടി വിലപ്പെട്ട സമയം നൽകി ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട ഷിഫാന KMന് ഞങ്ങളുടെ ടീമിൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഭാവിയെ സംബന്ധിച്ചുള്ള എംപ്ലാനിങ്ങും അതുപോലെ മറ്റ് കോഴ്സുകളുമൊക്കെ നന്നായി പൂർത്തിയാക്കി ഏറ്റവും നല്ല ഒരു വിജയം വരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ടീമിന് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.